ഓ, മുട്ടുകാലാണെങ്കി വേദനിച്ചിട്ട് നേരം വെളുത്തിട്ട് കൊറേ നേരമായി. ഈ രണ്ട് പെണ്ണുങ്ങളാവും ഒരു തുള്ളി വള്ള തേരായിട്ടും കിട്ടിയിരിക്ക. നാജി, നാജി, ഏത് നാജി? ചെവിയും കേൾക്കൂ. സായി, സായി. ഓ, തവണ രാവിലെ തന്നെ കാറിൽ തുടങ്ങി. സായി, കഷായം കുടിച്ച് മടുത്ത് മനുഷ്യന്. മുട്ടിനൊരു വേദനക്ക് ഒരു കുറവും ഇല്ല. എന്താ അമ്മ? എല്ലാ രാജി എവിടെ? ഇത്ത മിറ്റടിക്കണ്ടേ? ഇക്ക് ഇനി എപ്പോഴൊരു തുള്ളി വെള്ളം കിട്ടുക? ഉമ്മ, ഉമ്മാക്ക് അധികം പ്രായം നായിട്ടിയല്ല. പിന്നെന്താ ഉമ്മാക്ക് അടുക്കളയിൽ വന്നെടുത്ത് കുടിച്ചാലേ? ഇതൊക്കെ നാജ് പറഞ്ഞു തന്നതാവൂലേ? എന്നോടാരും പറഞ്ഞിട്ടൊന്നുമില്ല. ഞാനൊരു ഇറ്റ് വെള്ളം ചോദിച്ചതിനപ്പൊ ഇങ്ങനൊക്കെ പറയണത്? ഇക്കുള്ള വള്ളേ ഞാൻ തന്നെ എടുത്ത് കുടിച്ചോണ്ട്. അതാ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഈ പ്രായത്തില് ശരീരത്തിന് വ്യായാമം നല്ലതാ. സായി, ഉമ്മാക്ക് ചായ എടുത്താ? ഇഞ്ഞെത്താ? ഇമ്മ തരം അടുക്കളയിൽ വന്നിട്ടില്ല. എനിക്കറിയില്ല സായി അമ്മ അടുക്കളയിൽ കയറൂല എന്നുള്ളത്. അതെന്തത്താ, അടുക്കളയിൽ മുള്ളുണ്ടാ? എന്നോട് സംസാരിച്ചിരുന്നാലേ ഇക്കൊരു വിജയം കിട്ടൂല. ഞാനേ ഉമ്മാക്ക് ചായ എടുക്കട്ടെ. എന്റെ വാക്കിനൊരു വില ഇവിടെ ഇല്ല. അതെങ്ങനെ? എന്റെ കുട്ടിനെ വരെ ഓള് കൈക്കലാക്കിക്ക. ഉമ്മ, ചായ. ഇക്കേ അന്റെ ചായയും വേണ്ട, ഒന്നും വേണ്ട. എല്ലാം പറഞ്ഞു പഠിപ്പിച്ച് വിട്ടിട്ട് ഓളിപ്പോ നന്മവാരം ചെയ്യാൻ വേണ്ടി വന്നിക്ക ചായ ഇട്ട്. ഉമ്മ എന്താ ഈ പറയണത്? ഞാൻ എന്ത് തിരിപ്പിച്ചീന്നാ? അല്ലെങ്കിൽ അനക്ക് എന്താ അറിയല്? അനക്കതിന് ഒന്നും അറിയില്ലല്ലോ. എല്ലാരും മുന്നിലും പാവത്താനെ പോലെ നടക്കല്ലേ. എന്റെ മോനെ വരെ ജിന്റെ അടുന്ന് തിരിച്ചോളല്ലേ ജി. ഉമ്മ, ഞാൻ എന്ത് തിരിച്ചി നിങ്ങൾ ഈ പറയണത്? സായിനെ കെട്ടിക്കൊടുന്ന മുതൽ തുടത്തിയാണ് ഉമ്മ എന്നിട്ട് ഇങ്ങനെ ഈ പറച്ചില്. ഞാൻ എന്ത് ചെയ്തിട്ടാ? എന്റെ സ്വഭാവം കൊണ്ട് തന്നെയാടി ഞാൻ പറയണത്. അന്റെ സ്വഭാവം അത്രക്ക് നന്നായിട്ടല്ലേടി. എന്റെ മോൻക്കെ അനക്കൊരു കുട്ടിനെ കൊടുക്കാൻ പറ്റാത്തത്. ഓ, എന്ത് പറഞ്ഞാലും അവളൊരു പൂങ്കണ്ണീര്. ഇത്താ, ഇത്താ. സായി, ഇത്തെന്താ ഇവിടെ വന്നിരിക്കണേ? ഇത്ത കരഞ്ഞ? ഏയ്, അതെനിക്ക് തോന്നണതാവും. പിന്നെ സായി, എന്തത്താ ഇന്ന് ഉമ്മാനോട് എന്തെങ്കിലും പറഞ്ഞിരുന്ന? ഞാനോ? ഞാന് ഉമ്മാക്ക് സ്വയം ചായ എടുത്ത് കുടിച്ചാൽ എന്താന്ന് ചോദിച്ചു. ഇത്ത, അത് ഞാനൊരു തമാശ രീതിയിലാണ് ചോദിച്ചത്. അതൊക്കെ പോട്ടെ.
ഇത്താന്റെ ഫോണേ കൊറേ നേരമായി ബെല്ലടിക്കുന്നു. ഇക്കാണ് തോന്നുന്നത്. ഇത്തൊന്ന് വിളിച്ചു നോക്കി. ആ എന്നാലെന്താ ഇത്ത അങ്ങനെ ചോദിച്ചത്? ഇമ്മ എന്തെങ്കിലും പറഞ്ഞോ? ആ എന്തെങ്കിലും ആവട്ടെ. ഹലോ അക്ക, അസ്സലാമലൈക്കും. അലൈക്കും മുസ്സലാം. എന്താ പാട് നാജി? ഞാൻ കൊറേ വിളിച്ചല്ലോ. സുഖാണ് അക്ക. ഞാൻ കേട്ടില്ലക്ക. ഫോൺ അടുക്കളയിലായിരുന്നു. ചായ കൊടുന്നേരി. എന്താ നാജി, നീ കരഞ്ഞോ? മുഖം വല്ലാതെ ഇരിക്കണോ? ഏയ് ഇല്ലക്ക, നിങ്ങൾക്ക് തോന്നുകയാണ്. നീ കള്ളം പറയണ്ട. ഉമ്മ എന്തേലും പറഞ്ഞോ? അതൊക്ക എന്റെ സ്വഭാവം കാരണമാണ് നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാകാത്തതെന്ന്. ആ, എനിക്ക് തോന്നി നീ ഇങ്ങനെ വിഷമിക്കണെങ്കിലേ അതാ ഉമ്മ പറഞ്ഞിട്ടുണ്ടാവുകന്ന്. ഏയ് എനിക്ക് വിഷമൊന്നുമില്ല. എല്ലാം ശരിയാവും മോളെ. എനിക്ക് കുഞ്ഞായി നീയും, നിനക്ക് കുഞ്ഞായി ഞാനുണ്ട്. അത് പോരെ ഞമ്മക്ക്. പിന്നെ എല്ലാം പടച്ചവന്റെ കയ്യിലാ. അറിയാക്ക. ഇക്ക ഭക്ഷണം കഴിച്ചോ? കഴിച്ചു മോളെ. ഇക്കാന്റെ കുഞ്ഞിന്റെ സങ്കടം ഞാൻ മാറ്റിത്തരാം. അതെങ്ങനെക്ക? അതിതാ ഇങ്ങനെ. കണ്ടാൽ കൊതി കൊണ്ട് കരള് തുടിക്കുന്ന കലമാൻ മിഴിയുള്ള കൈതപ്പൂ മണമുള്ള കണ്ണാടി കവിളത്തെ കാണുന്ന കസ്തൂരി വിറ്റതോ വിൽക്കുവാൻ വെച്ചതോ ഏതാണീ രാജാത്തി? മനസ്സിന്റെ ഉള്ളിൽ നിന്നൊളിയുന്ന മാണിക്യ മണിമുത്ത് രാജാത്തി. മാനത്തോദിച്ചേതോ മണ്ണിൽ മുളച്ചേതോ ഏതാണീ രാജാത്തി? ഏതാണീ രാജാത്തി? മനസ്സിന്റെ ഉള്ളിൽ നിന്നൊളിയുന്ന മാണിക്യ മണിമുത്ത് രാജാത്തി. മാനത്തോദിച്ചേതോ മണ്ണിൽ മുളച്ചേതോ ഏതാണീ രാജാത്തി? ഏതാണീ രാജാത്തി?